ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മലയാള സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകങ്ങളാണല്ലോ കുറേ നല്ല നടിമാരുള്ളത് അല്ലേ. മലയാള സിനിമ തന്നെ ഇപ്പോൾ ഭയങ്കര പോപ്പുലറായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നല്ല ഇൻ്റർനാഷണൽ ലെവൽ വരെ ഭയങ്കര റെക്കഗ്നൈസ് ചെയ്ത് പോകുന്നൊരു സമയമാണ്. ഇപ്പോഴാണ് ബോളിവുഡൊക്കെ ശരിക്കും നമ്മളുടെ മലയാള ഇൻഡസ്ട്രിയെ ഒന്ന് അക്സെപ്റ്റ് ചെയ്തതും അവിടുത്തെ ആക്ടേഴ്സിനെയൊക്കെ ഒന്ന് തിരിച്ചറിയാൻ തുടങ്ങിയത്. അവരുടെ കാലിബറിനെ കുറിച്ച് സംസാരിക്കാനും പല ഹിന്ദി ചാനലുകളിലേക്ക് റൗണ്ട് ടേബിൾ വെച്ചിട്ടുള്ള അവരുടെ ഡിസ്കഷനിലൊക്കെ മലയാളി ഡയറക്ടേഴ്സിനെ ആക്ടേഴ്സിനെയൊക്കെ അവർ ക്ഷണിക്കുന്നത് പോലും. ആദ്യം അറിയുന്ന രണ്ട് ആക്ടേഴ്സ് എന്ന് പറയുന്നത് മോഹൻലാൽ, മമ്മൂട്ടി. അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. നടിമാരുടെ കാര്യമേ നോക്കണ്ട, അവരൊന്നും ഒരു കാര്യത്തിൽ അവരൊന്നും ആരും തന്നെ അറിയാത്ത ഒരവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് തമിഴ് നടിമാരെയും തെലുങ്ക് നടിമാരെയും ഒക്കെയാണ് കൂടുതലായിട്ട് ബോളിവുഡിലൊക്കെ അറിയാവുന്നതും അവർ അവിടെ പോയി അഭിനയിച്ച് ഒരുപാട് പേരും പ്രശസ്തിയൊക്കെ നേടിയിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിൽ നിന്ന് അങ്ങനെ പോയി അഭിനയിച്ചിട്ടുള്ള നടിമാരുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പോഴാണ് കീർത്തി സുരേഷ്, അതുപോലെ നയൻതാര ഒക്കെ പോയിട്ട് അഭിനയിച്ച അസിൻ ഒക്കെ, അങ്ങനെ ഒരുപാട് മലയാളി നടികൾ ഇപ്പോൾ ഹിന്ദിയിലൊക്കെ പോയി അഭിനയിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു പിന്തുടർച്ചക്കാരി എന്ന നിലയിൽ ഇപ്പോൾ മലയാളത്തിൻ്റെ നമ്മൾ ജെൻസി പറയല്ലേ, ജെൻസി ആ ഒരു ഇതിൽ കാറ്റഗറിയിൽപ്പെട്ട ഒരു ആക്ട്രസസ് ആണല്ലോ ഇപ്പോൾ നമ്മുടെ മമിത ബൈജു, അതേപോലെ അനശ്വര രാജ് എന്നൊക്കെ പറയുന്നത്. ഈ മമിത ബൈജും അനശ്വര രാജനും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമിത കുറച്ചും കൂടെ കൊമേഴ്ഷ്യൽ ഇതിലുള്ള പടങ്ങളാണ് ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അനശ്വര രാജ് എന്ന് പറയുന്നത് അങ്ങനത്തെ പടങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചും കൂടെ ഒരു ആക്ടിങ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൂവീസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം അനശ്വര രാജനാണ്. ഇപ്പം അനശ്വര രാജൻ ഇപ്പോൾ മലയാളം വിട്ട് തമിഴിൽ നമ്മൾ ഒന്ന് രണ്ട് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ തെലുങ്കിൽ പോയിരിക്കുകയാണ്. തെലുങ്കിൽ പോയിരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ചാമ്പ്യൻ എന്ന് പറയുന്ന ഒരു മൂവിയിലാണ് അവർ ഡെബ്യൂ ചെയ്തിരിക്കുന്നത്. അവരുടെ കോസ്റ്റാറായിട്ട് വരുന്നത് പണ്ടത്തെ ഒരു തെലുങ്ക് ഹീറോ ഉണ്ട്, ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ട്. അവരുടെ മകനല്ല, റോഷനാണ് വന്നിരിക്കുന്നത്. റോഷൻ ഇതിനു മുമ്പ് ശ്രീലീലയുടെ കൂടെയൊക്കെ നമ്മളൊരു പാട്ടൊക്കെ കണ്ട് അത് കുറച്ച് വ്യത്യസ്തമായുള്ള ഒരു ഗെറ്റപ്പിലൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോൾ റോഷൻ ഗെറ്റപ്പൊക്കെ മാറ്റി എല്ലാവരും പറയുന്നത് ഹിന്ദി ബോളിവുഡ് താരം ഋത്തിക് റോഷനെ പോലെ ഉണ്ടെന്നാണ്. പേരിലൊരു റോഷനുണ്ട്, പക്ഷേ ഋത്തിക് റോഷനെ പോലെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ചില ആംഗിളിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് തോന്നും ഋത്തിക് റോഷനെ പോലെ ഉണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു നടി തന്നെ. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 90s ശിവരഞ്ജിനി എന്ന് പറഞ്ഞിട്ട് പൂച്ചക്കണ്ണുള്ളൊരു നടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ആ കണ്ണൊക്കെ ഈ ഒരു റോഷൻ എന്ന് പറഞ്ഞ നടന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഋത്തിക് റോഷനായിട്ട് കുറച്ചൊരു സാമ്യം ഉണ്ടെന്നുള്ളത് സത്യമാണ്. അപ്പോൾ പറഞ്ഞത് അനശ്വര രാജൻ്റെ കാര്യം. അനശ്വര രാജൻ ചാമ്പ്യൻ എന്ന് പറയുന്ന ഈ ഡെബ്യൂ ഫിലിമിൽ അഭിനയിക്കും. അതിൻ്റെ ഇപ്പോൾ ഓഡിയോ ലോഞ്ചൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഡിയോ ലോഞ്ചിന് അനശ്വര രാജൻ അവിടെ വരുന്നതിന് മുമ്പ് തന്നെ അവർ ഓഡിയോ ലിറിക്കൽ ഇതൊക്കെ റിലീസായിട്ടുണ്ടായിരുന്നു. എല്ലാ ദൃശ്യമാധ്യമങ്ങളൊക്കെ വന്നാണ്. അപ്പോൾ ഒരുപാട് പോപ്പുലറായി, വൈറലായി ഈ ഒരു പാട്ട്. ഗിരിഗിര എന്നുള്ളൊരു പാട്ട് പോപ്പുലറായി. അപ്പോഴാണ് ഇവരെല്ലാവരും അനശ്വര രാജൻ എന്ന് പറഞ്ഞ ഈ നടിയെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. നമ്മുടെ മലയാളികൾക്കെല്ലാം അറിയാം ഈ നടി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ബബ്ലി ക്യാരക്ടറാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അവർ ആക്ടിങ്ങിനുള്ള അവരുടെ കഴിവൊക്കെ നമ്മൾ നേരുന്ന സിനിമയിൽ കണ്ടിട്ടുള്ളതാണ്. OTT പ്ലാറ്റ്ഫോമിലൊക്കെ നേരിടുന്ന സിനിമ ഒരുവിധ ആൾക്കാരൊക്കെ കണ്ടിട്ടുള്ള, ബോളിവുഡിലായാലും ടോളിവുഡിലൊക്കെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുള്ള. പ്രത്യേകിച്ച് അത് ലാലേട്ടൻ്റെ ഒരു മൂവി ആയതുകൊണ്ട്. അപ്പോൾ അതിൽ അനശ്വരയുടെ ഒരു ആക്ടിങ് ഒക്കെ ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അനശ്വരനെ ഇങ്ങനെ തെലുങ്കിലോട്ട് കാണുമ്പോൾ ഇത്രയും ബബ്ലി ആയിട്ട് ഇത്രയും ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ഹീറോയിനെ കാണുമ്പോൾ അവർ നമ്മൾ കേരളത്തിലത്തെ ആൾക്കാരെ പോലെയല്ലോ, കുറച്ചും കൂടെ അവർ ഈ ഹീറോയിനെ അങ്ങ് എടുത്ത് പൊക്കുന്ന രീതിയിലാണ് അവർ ഇഷ്ടപ്പെടുക. അതേപോലെ കീർത്തി സുരേഷിനെ ഇതേപോലെ തന്നെയാണ് തമിഴ്നാട്ടിൽ തെലുങ്കിലൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്തത്. അങ്ങനെ അവരൊരു ഇന്നസെൻറ്റ് ഫേസ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതേപോലെയാണ് ഇപ്പോൾ അനശ്വര രാജൻ്റെ കാര്യം. അനശ്വര രാജൻ ഈ ഒരു ലോഞ്ചിങ്, അതായത് അവരെ ഓഡിയോ ലോഞ്ചിങ് ഉണ്ടായിരുന്നു. അതിൽ വന്നപ്പോൾ അനശ്വര രാജൻ വളരെയധികം കൂളായിട്ടാണ് സംസാരിക്കുന്നത്. അവർ തെലുങ്കൊക്കെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു പ്രത്യേകത അവർ പറയുന്നത് വെച്ചാൽ തെലുങ്ക് അവർ സ്വയമായിട്ട് പഠിച്ച് അത് ഡബ് ചെയ്തു എന്നാണ് പറയുന്നത്. മലയാളി നടിയായിട്ടുള്ള അനശ്വര രാജൻ തെലുങ്കിൽ പോയി ഡബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ചിലർ കാര്യമല്ല അല്ലേ. നമുക്കൊക്കെ ശരിക്കും പറയണമെങ്കിൽ അത് നമ്മുടെ നടിമാരെ കുറിച്ചിട്ട് അഭിമാനിക്കാം. കാരണം എല്ലാവരും ഇപ്പോൾ മലയാളി നടിമാരെ കുറിച്ചിട്ടും തെലുങ്കിലും തമിഴിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് മലയാളി നടിമാരാണ്. അപ്പോൾ അനശ്വര രാജൻ ഈ ഓഡിയോ ലോഞ്ചിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. I think I have already given a speech,
బట్ యా ఇక్కడ ఉండడం నేను చాలా సంతోషంగా ఉంది. అండ్ ఫస్ట్ ఆఫ్ ఆల్ రామ్ చరణ్ సార్, బిగ్ ఫ్యాన్ ఆఫ్ యూ, బిగ్ ఫ్యాన్ ఆఫ్ ధీరా, ఐ మీన్ మగధీరా. So I'm so I feel so chuffed to see you and share a stage with you. So talking about Champion, it's a film that came to me at the right time and at the right moment. And coming here for the trailer launch, I feel so happy. Pradeep Garu, Swapna ma'am, and Roshan, to my wonderful co-star, everyone who made me feel so comfortable on set. And Pradeep Anna, thanks for trusting me with Chandrakala. I wish I could talk more, but I know everybody is waiting for that one person to come to the stage. They are all waiting for his words. So that's it. I'm not gonna drag anyone's time, but thanks for having me here. It means a lot. കേട്ടോ, അനശ്വരാജ് ഭയങ്കര സിമ്പിളായിട്ടാണ് ആ ഒരു സ്റ്റേജ് അവർ മാനേജ് ചെയ്തിരിക്കുന്നത്. അതായത് അവർക്ക് ഒരുപാട് ഫാൻസ് ഇതോടുകൂടി തന്നെ ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ്. വളരെ കൂളായിട്ടാണ് അവർ സംസാരിക്കുന്നത്. പറഞ്ഞു തരാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ ആര് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ ഒരു സ്റ്റേജിൽ പറയുന്ന വാക്കുകളുണ്ടല്ലോ, അത് ശരിക്കും പറയുന്നത് രാം ചരനെയാണ്. രാം ചരൺ അവിടെ കുറേ നേരമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാറാണ് രാം ചരൺ. അപ്പോൾ രാം ചരൺ ഈ സിനിമയെ കുറിച്ചിട്ട് എന്തായിരിക്കും പറയുക എന്ന് ഈഗേർലി വെയിറ്റിംഗ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഫാൻസും തെലുങ്ക് ഓഡിയൻസൊക്കെ. അപ്പോൾ അത് നല്ലപോലെ മനസ്സിലാക്കിയിട്ടാണ് അനശ്വര അവരുടെ വാക്കുകൾ വളരെ ചുരുക്കി പറഞ്ഞത്. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്ന രീതിയായിരിക്കും. അല്ലെങ്കിൽ കുറേ വലിയ ഫാഷനബിളായിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ട് വന്നു, ഗ്ലാമറായി വന്നത്, അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഈ തെലുങ്കു തമിഴ് ഓഡിയോ ലോഞ്ചിനൊക്കെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് അല്ലേ? എല്ലാ നടിമാരും ഭയങ്കര ഗ്ലാമറായിട്ട് വന്ന് നിൽക്കുന്നു, അവർ കുറേ ഇംഗ്ലീഷിലൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നു അല്ലേ? അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അനശ്വരാജൻ തെലുങ്ക് ഇംഗ്ലീഷും കൂട്ടിക്കലർത്തിയൊക്കെയാണ് പറയുന്നത്. പിന്നെ അവർക്കൊക്കെ ഒരു കാര്യമുണ്ട്, നമുക്ക് അങ്ങനെയല്ലേ, ഒരു അന്യദേശത്തുള്ള ഒരു നടി വന്നിട്ട് മലയാളം പഠിച്ചിട്ട് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. അതേപോലെ തന്നെയാണ് തെലുങ്ക് അവർ സംസാരിച്ച് കേൾക്കുമ്പോൾ ഓഡിയൻസിനുള്ള ഒരു ഇത്. അപ്പോൾ ഇതിൽ രാം ചരൺ സ്റ്റേജിൽ കയറിയിട്ട് രാം ചരൺ അനശ്വരയെ കുറിച്ചിട്ട് പറയുന്ന വാക്കുകളൊന്നും നമുക്ക് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ രാം ചരണ് ഇവർ അനശ്വര രാജൻ എന്ന് പോലും പറയാൻ അറിയുന്നില്ല. അതായത് ആ നടിയെ കുറിച്ചിട്ട് അധികം അറിയില്ല. ഇവിടെ വന്നിട്ടായിരിക്കും ഏത് നടി എന്നൊക്കെ അറിയുന്നത്. പക്ഷേ അനശ്വരയെ കണ്ടിട്ട് എന്താണ് രാം ചരൺ മനസ്സിൽ തോന്നിയത് എന്നുള്ള കാര്യമാണ് രാം ചരൺ അവിടെ പറഞ്ഞത്. അപ്പം എന്താണ് രാം ചരൺ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് ഈ വീഡിയോ Ranjan, I really have two things to say to you. First, I think you're going to get many phone calls from the best production and the best directors in town. Be ready for that. You have chala kalaga undi mee face. Chala kalaga undi mee face. And your performance is very likable, very approachable, very likable. I think you'll have a great future in Indian film industry. And unko second మాట నాకు ఇందాకే తెలిసింది, స్వప్న గారి ద్వారా తెలిసింది. అమ్మాయి మదర్ టంగ్ మలయాళం, బట్ మన భాష అంటే షీ మస్ట్ బి సో డెడికేటెడ్ టు దిస్. మన భాష నేర్చుకుని, తెలుగు భాష నేర్చుకుని డబ్బింగ్ కూడా తెలుగులో చెప్పిన ఈ మధ్యకాలంలో హీరోయిన్స్ ఎవరు అలా చెప్పలేదండి. సో మీ ప్యాషన్కి, మీ డెడికేషన్కి ఐఎమ్ రియలీ ఇంప్రెస్డ్ అండ్ విష్ యూ ఆల్ ది బెస్ట్. രാം ചരൺ പറഞ്ഞു കേട്ടില്ലേ? അതായത് അനശ്വര രാജന് ഇനി തെലുങ്ക് പ്രൊഡ്യൂസേഴ്സിന് ഡയറക്ടേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ ഒരുപാട് കോളുകൾ പ്രതീക്ഷിക്കാം. കാര്യം നിങ്ങൾ അത്രയും കൂളായിട്ടാണ് ഇതിൽ കാണുന്നത്, പോസ്റ്ററിലും അതുപോലെ അവരുടെ പാട്ട് സീനിലൊക്കെ ആണെങ്കിലും നിങ്ങൾ ഭയങ്കര കൂളായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കത് ഇത് സിനിമയെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന രീതി, അതുപോലെ നിങ്ങൾ ഡബ് ചെയ്തിരിക്കുന്നത് തെലുങ്കിൽ നിങ്ങളുടെ ഓൺ വോയിസ് വെച്ചിട്ടൊക്കെയാണ്. അപ്പോൾ അത് ഒരുപാട് നിങ്ങൾക്ക് പ്ലസ് ആയിരിക്കും എന്നുള്ള രീതിയിലാണ് രാം ചരൺ സംസാരിച്ചിരിക്കുന്നത്. സത്യമാണല്ലേ, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യൂലേ? അതായത് ഡബ്ബിങ് ആർട്ടിസ്റ്റ് വേണ്ട, അവരെന്നെ സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ചാലഞ്ചിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ അനശ്വര രാജൻ അല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന രീതിയിൽ അനശ്വര രാജന് അതൊക്കെ ഒരു പ്ലസ് ആണ്. അല്ലെങ്കിൽ അത് അവർ ചലഞ്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അവർ ആക്ടിങ്ങിൽ എത്ര സീരിയസ് ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 9 തെലുങ്കുവിൻ്റെ ഫിനാലെ നടന്നുകൊണ്ടിരിക്കണം. അതിൽ അനശ്വരേനെയും അതുപോലെ തന്നെ റോഷനും ഈ ചാമ്പ്യൻ സിനിമയുടെ പ്രൊമോഷനുമായിട്ട് അവർ ക്ഷണിച്ചിരുന്നു. അതിൽ അനശ്വര വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കാണുന്ന ഗ്ലാമറായിട്ട് വന്നാൽ അടിപൊളിയായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബബ്ലി, ഭയങ്കര ക്യൂട്ടായിട്ടാണ് അതിൽ അനശ്വര വന്നത്.
ഏതൊരു പ്രൊഡ്യൂസറും ഏതൊരു ഡയറക്ടർ കണ്ടാലും ഉണ്ടല്ലോ അനശ്വരയെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചിലപ്പോൾ കാസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അവർ വന്നിരിക്കുന്നത്. വളരെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഡ്രസ്സിങ്, ഒരു ഗ്ലാമറായിട്ട് അങ്ങനെ റിവീൽ ചെയ്തിട്ടുള്ള ഡ്രസ്സ് അങ്ങനെയൊന്നുമല്ല, വളരെ ക്യൂട്ടായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടൊക്കെയാണ് അനശ്വര വന്നത്. പിന്നെ അവരൊരു പ്രത്യേകതയാണ്, അവരൊരു സ്മൈലാണല്ലോ, ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു സ്മൈലാണ്. കീർത്തി സുരേഷിനൊക്കെ അതേപോലെ തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അല്ലേ, ആൾക്കാർക്ക് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മുഖം, ഒരു സ്മൈലൊക്കെയാണ് അനശ്വരയ്ക്കുള്ളത്. ബിഗ് ബോസ് സീസണിലൊക്കെ വരാമെന്ന് പറഞ്ഞാൽ തന്നെ എത്ര ആൾക്കാർ കാണാനാണ് അല്ലേ. മൊത്തത്തിലിപ്പോൾ ട്രെയിലർ ഇതൊന്നും കാണാത്ത ആൾക്കാർ ചിലപ്പോൾ ബിഗ് ബോസ് കാണുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതിലും അനശ്വര വന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഫേമസ് ഒന്നും കൂടെ കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ ചാമ്പ്യൻ എന്ന സിനിമ റിലീസായതിനു ശേഷം ഇത് ഭയങ്കര ഹിറ്റാണ് ഈ പടം. ഭയങ്കര ഹിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് ആദ്യം ഹിറ്റായി, അതിനുശേഷം ഈ പടം വളരെ നന്നായിട്ടാണ് തിയേറ്ററുകളിൽ നല്ല റെസ്പോൺസോടുകൂടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിജയത്തിന് ശേഷം ഇവർ സക്സസ് പാർട്ടി നടത്തി. അതിനുശേഷം ഈ നടനും നടിയും അതിൻ്റെ അണിയറ പ്രവർത്തകരെല്ലാം കൂടിയിട്ട് തിരുപ്പതിയിൽ പോയിട്ട് തൊഴാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് അവരെ ഒരു സന്തോഷം അവർ പങ്കുവെച്ച ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. രാംചരൺ ഇത്രയും വലിയ ഒരു നടനായിട്ട് പോലും രാംചരൻ്റെ ഒരു സിംപ്ലിസിറ്റി കാണുന്ന ഒരു രംഗം ആ ഒരു ഓഡിയോ ലോഞ്ചിൽ കണ്ടു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനശ്വരാജിൻ്റെ വള ഊരി സ്റ്റേജിൽ വീണു. പക്ഷെ ആ രാംചരൺ അത് അനശ്വരാജിനെ എടുത്ത് കൊടുക്കുന്നു. ശരിക്കും ഒരു മെഗാസ്റ്റാറോ സൂപ്പർ സ്റ്റാറോ ഒന്നും അങ്ങനെ ചെയ്യണ്ടേ, വേണമെങ്കിൽ വല്ല അണിയറ പ്രവർത്തകർ അതിൻ്റെ ഉള്ളിൽ സ്റ്റേജിലാണ് നിൽക്കുന്ന ഈ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്ത അല്ല ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ എടുത്തു കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ ആ നടി തന്നെ എടുക്കുമായിരിക്കും. പക്ഷേ ഇത് രാംചരൺ തന്നെ എടുത്തു കൊടുക്കുക എന്നുള്ളൊരു രീതി എന്ന് പറഞ്ഞാൽ മലയാളത്തിലൊക്കെ ചിലപ്പോൾ നടന്മാരൊക്കെ ചെയ്തിരിക്കും. പക്ഷെ അന്യ ഒരു ഭാഷ, പ്രത്യേകിച്ച് ബോളിവുഡ് അതുപോലെ തന്നെ ടോളിവുഡിൽ കോളിവുഡിലൊക്കെ അപൂർവമാണ് അവർക്ക് അങ്ങനെ എടുത്തു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് ആ ഒരു നടൻ്റെ ഡൗൺ ടു എർത്ത് ഉള്ള ഒരു ക്യാരക്ടറാണ് ശരിക്കും പറഞ്ഞാൽ രാംചരൻ്റെ എന്നുള്ളത്. ഈ ഒരു വീഡിയോ നമുക്ക് കാണാൻ പറ്റും. ആ വീഡിയോയും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. വളരെ രസകരമായിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ മറ്റുള്ള മലയാളി നടികളെ പോലെ അത് അന്യഭാഷകളിൽ പോയിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഇപ്പം നയൻതാരയെ പോലെയൊക്കെ നമ്പർ 1 ആയി നിൽക്കുന്ന മലയാളി നടിമാരുണ്ട്. അസിൻ ഒരു കാലത്ത് നമ്പർ 1 ആയിരുന്നു. തൃഷ, അതുപോലെ ഒരുപാട് നടിമാർ നമ്പർ 1 ലെവലിൽ തമിഴിലും തെലുങ്കിലും ഒക്കെ വന്നിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് തമിഴിലൊക്കെ വന്നിട്ടുള്ളതാണ്. അനശ്വരയ്ക്കും അതുപോലെയുള്ള സക്സസ് ഉണ്ടാവട്ടെ അല്ലേ, അവരെ കരിയർ ഇനിയും കൂടെ ഒന്നും കൂടെ നന്നാവട്ടെ. കാരണം മലയാളത്തിൽ നിന്ന് അവർ തെലുങ്കിലോ തമിഴിലോ ഒക്കെ പോകുമ്പോൾ അവർക്ക് ഒരുപാട് ഫിനാൻഷ്യലി ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ഒരുപാട് അതുപോലെ ഓൾ ഇന്ത്യ, അതായത് നമ്മൾ പറയില്ലേ പാൻ ഇന്ത്യ ലെവലിലൊക്കെ അറിയപ്പെടാനായിട്ട് അനശ്വരയ്ക്ക് സാധിക്കട്ടെ. അനശ്വരയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും അഭിനയിക്കാൻ തയ്യാറായിട്ടുള്ള നടികളാണ്. അതായത് ഗ്ലാമറായിട്ട് അവർ അഭിനയിക്കും, വളരെ വില്ലേജ് ഗേളായിട്ടൊക്കെ അഭിനയിക്കും. അങ്ങനെയൊക്കെ അവർക്ക് ഒരു പ്രശ്നമില്ല. കാരണം അവരെ ഫോട്ടോഷൂട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കുറച്ച് ഗ്ലാമറായിട്ടുള്ള ഫോട്ടോഷൂട്ടൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ പണ്ടത്തെ നടികളെ പോലെ ഞാൻ ഇങ്ങനെ മാത്രമേ അഭിനയിക്കുള്ളൂ, ഞാൻ ഇങ്ങനെയൊക്കെ, അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ കുറച്ചും കൂടെ സിനിമാറ്റിക് ആയിട്ട് കാണുന്ന നടികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അനശ്വരയ്ക്ക് എന്തായാലും തെലുങ്കിൽ ഇനിയും ഒരുപാട് പടങ്ങൾ വരട്ടെ, പാൻറ് ലെവലൊക്കെ അറിയപ്പെടട്ടെ അല്ലേ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മലയാളി നടികളാണല്ലോ അവരൊക്കെ. അപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ, നമ്മളുടെ മലയാളികൾ അവിടെ മന്യ ഭാഷയിൽ പോയിട്ടൊക്കെ സക്സസ്ഫുൾ ആകുന്നു എന്ന് കാണുമ്പോൾ സന്തോഷം. എനിക്ക് നയൻതാരയുടെ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കും ഭയങ്കര സന്തോഷം തോന്നാണ്. കാരണം നയൻതാരയൊക്കെ നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് വന്ന് തമിഴ്, തെലുങ്ക്, ഇപ്പോൾ ഷാറുഖ് ഖാനോട് ഹിന്ദിയൊക്കെ അഭിനയിച്ച് കാണുമ്പോൾ ഒരു സന്തോഷം അല്ലേ. അനശ്വരയ്ക്ക് ഓൾ ദ ബെസ്റ്റ്.